നമസ്കാരം. 1997 ജനുവരി 11 വൈകുന്നേരം 7 മണി, ലക്നൌവിലെ ലാതൂഷ റോഡ്. അവിടെ ആ സമയത്ത് ശരിക്കും തിരക്കാണ്. അനവധി വാഹനങ്ങൾ തിങ്ങി നെരുങ്ങി കടന്നു പോവുകയാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ ചീത്തവിളിയൊക്കെ കൊണ്ട് അന്തരീക്ഷം ഏതാണ്ട് ശബ്ദമുഖരിതമാണ്. ഈ റോഡിലേക്കാണ് ചാർബാഗ് റെയിൽവേ സ്റ്റേഷനുള്ള റോഡ് വന്ന് കയറുന്നത്. ചാർബാഗ് റെയിൽവേ സ്റ്റേഷനുള്ള റോഡ് ഈ റോഡിലേക്ക് കയറി മുന്നോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തായി ഒരു ബിൽഡിംഗ് ഉണ്ട്. RTO ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന ദയാൽ ബിൽഡിംഗ് അവിടെയാണ്. വൈകുന്നേരം കൃത്യം 7 മണിയായതും ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് വെടിയുടെ ശബ്ദം കേട്ടു. തുരുതുര വെടി ഉതിർക്കപ്പെടുന്ന ശബ്ദം കേട്ടതും റോഡിൽ പോകുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ അറിയാതെ കുനിഞ്ഞു പോവുകയാണ്. കാറിനകത്തുള്ള ആളുകൾ സീറ്റിനടിയിലേക്ക് കുനിയുന്നു. ബൈക്ക് ഓടിക്കുന്ന ആളുകൾ ബൈക്ക് നിർത്തി ഇറങ്ങി ഓടുകയാണ്. വെടിയുടെ ശബ്ദം കേട്ട ഭാഗത്തുനിന്ന് ആളുകൾ പല ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടുന്നതിനിടയിൽ പലരും വിവരങ്ങൾ തിരക്കുകയാണ്. എന്താ സംഭവം? ആ ചോദ്യങ്ങൾക്ക് ഓടിപ്പോകുന്ന ചിലരൊക്കെ മറുപടി പറയുന്നുണ്ട്. ആ ബിൽഡിങ്ങിനകത്തുനിന്ന് വെടിശബ്ദം കേട്ടു എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നത് ആ ദയാൽ ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്ന് വെടിശബ്ദം കേൾക്കുന്നു എന്നാണ്. എന്താണ് കൃത്യമായ കാരണമെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഭാഗം അങ്ങ് നിശ്ചലമായി. പെട്ടെന്ന് ആ ഭാഗം അങ്ങ് നിശ്ചലമായതും നമുക്ക് ആ കാഴ്ച കാണാം. ദയാൽ ബിൽഡിങ്ങിന്റെ മുന്നിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിന് മുന്നിലായി ഒരു മാരുതി 800 കിടപ്പുണ്ട്. ആ 800 കാറിന്റെ സമീപത്ത് ഒരു ബോഡി കിടക്കുകയാണ്. ആ ബോഡിക്ക് ചുറ്റുമായി ലോട്ടറി ടിക്കറ്റുകൾ ചിതറി കിടക്കുകയാണ്. ആ ലോട്ടറി ടിക്കറ്റ് പോലെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം കൂടി പെടും. അത് വെടിയുണ്ടകളുടെ കേസുകളാണ്. ആ ബുള്ളറ്റിന്റെ കേസുകൾ ഒരു കാര്യം നമ്മൾ വിളിച്ചു പറയുകയാണ്. അനവധി വെടിയുണ്ടകളാണ് ആ മനുഷ്യന്റെ പുറത്തേക്ക് തറച്ചു കയറിയിരിക്കുന്നത്. ആ ബോഡിക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത് കുറച്ച് കടക്കാരും റിക്ഷ ഡ്രൈവർമാരും ഒക്കെയാണ്. അവരിൽ നിന്ന് ആരോ ഒരാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതനുസരിച്ച് നാക്ക പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അവിടെ എത്തി. ഇൻസ്പെക്ടർ രാംലാൽ സംഘവും സ്ഥലത്തെത്തിയ ആ നിമിഷം തന്നെ അവർ ആ ബോഡിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ബോഡിക്ക് ചുറ്റുമായി ഒരു അതിർത്തി അങ്ങ് തിരിച്ചു. മഞ്ഞ റിബൺ വലിച്ചു കെട്ടി തിരിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് കിടക്കുന്ന ബോഡി അപ്പോഴും മാറി നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണാം. പോലീസുകാർ ആ സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി ആളുകൾ പതുക്കെ പല ഭാഗത്തേക്കും അങ്ങ് മാറുകയാണ്. അവിടെ നിന്നാൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് അറിയാവുന്ന ആളുകൾ പതുക്കെ സ്ഥലം കാലിയാക്കിയതാണ്. ഈ സമയത്ത് വിവരമറിഞ്ഞ് SP-യും ACP ഉൾപ്പെടെ എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ACP രാജേഷ് പാണ്ഡെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ പോലീസുകാർക്ക് പുറമെ ജേർണലിസ്റ്റുകളുടെയും കൂട്ടം എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ വളഞ്ഞു മാറ്റി രാജേഷ് പാണ്ഡ ബോഡിക്ക് അടുത്തെത്തുമ്പോൾ അവിടെ SP-യും ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതിനിടയിൽ രാജേഷ് പാണ്ഡെ IPS സമീപത്തുള്ള കടകളിലേക്ക് ചെന്നു. ആ കടകളിലെ ഉടമകളോ അല്ലെങ്കിൽ ജീവനക്കാരോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കാണുമെന്ന് രാജേഷിന് അറിയാം. രാജേഷ് അവരോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ അവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ രാജേഷിന് കിട്ടി. ആ കൊല നടത്തിയിരിക്കുന്നത് 3 ചെറുപ്പക്കാർ ചേർന്നാണ്. ആ ചെറുപ്പക്കാരെ അവരാരും അതിനു മുമ്പേ കണ്ടിട്ടേയില്ല. ആ ചെറുപ്പക്കാർ ആ ഷോപ്പിംഗ് മാളിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഒരാൾ കണ്ടത്. ഇറങ്ങി വരുന്ന സമയത്ത് അവർ ആ വെടിയേറ്റ് വീണ മനുഷ്യനെ പടിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. ആ രംഗം കണ്ട വ്യക്തി രാജേഷിനോട് പറഞ്ഞത് പടിക്കെട്ടിൽ നിന്ന് വലിച്ചിഴയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യന് വെടിയേറ്റിരുന്നു എന്നാണ്. അയാളെ പടിക്കെട്ടിൽ നിന്ന് ആ വെടിവെച്ച ആളുകൾ ആ മാരുതി കാറിന്റെ അടുത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. വലിച്ചെറിഞ്ഞതിന് ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന AK-47 പിസ്റ്റളുകളും ഉപയോഗിച്ച് ആ മനുഷ്യന് നേരെ തുരുതുര നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയമായപ്പോഴത്തേക്കും പോലീസിന് കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കൊല്ലപ്പെട്ടത് ഒരു വിവേക് ശ്രീവാസ്തവയാണ്. ആ ദയാൽ കോംപ്ലക്സിൽ ഗംഗോത്രി ലോട്ടറി ഏജൻസി നടത്തുന്ന വ്യക്തിയാണ് ഈ വിവേക് ശ്രീവാസ്തവ. വിവേക് ശ്രീവാസ്തവ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളർന്നു വന്ന ഒരു കഥാപാത്രമാണ്. അയാള് ലോട്ടറി ബിസിനസ്സിൽ വൻ ലാഭമുണ്ടാക്കിയ കക്ഷിയാണ്. ദിവസവും 25 ലക്ഷത്തിലധികം രൂപ ലോട്ടറി കച്ചവടത്തിന്റെ കളക്ഷനായി വിവേകിന്റെ കയ്യിൽ എത്താറുണ്ട്. ആ പണം മോഹിച്ചുകൊണ്ട് ആരെങ്കിലും വിവേകിനെ കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പോലീസ് വിവേകിന്റെ ആ മുറി പരിശോധിച്ചു. ആ മുറിയിൽ വെച്ചാണ് വിവേകിന് ആദ്യം വെടിയേറ്റതെന്ന് ഒറ്റ നോട്ടത്തിന് വ്യക്തമായി. വിവേക് ഇരുന്ന ആ കറങ്ങുന്ന കസേരയിൽ വെടിയേറ്റിരിക്കുകയാണ്. വിവേക് ഇരുന്ന ആ കറങ്ങുന്ന കസേരയുടെ അടുത്ത് വന്ന പോലീസ് വിവേകിന്റെ സീറ്റിന് മുന്നിലുള്ള ഷെൽഫ് പരിശോധിച്ചു. അതിനകത്ത് നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ മേശപ്പുറത്തുണ്ടായിരുന്ന പണം പോലും അതുപോലെ ഇരിക്കുകയാണ്. 1 രൂപ പോലും മോഷണം പോയിട്ടില്ല. ഏകദേശം 1 കോടിയോളം രൂപ ആ സമയത്ത് വിവേകിന്റെ ആ മുറിയിലുണ്ട്. അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ വിവേകിനെ വെടിവെച്ചതിന് ശേഷം
കോളർ തൂക്കിയെടുത്ത് താഴേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ആ കൊലപാതകികൾ വിവേകിന്റെ മാരുതി കാറിന് മുന്നിലേക്ക് വിവേകിനെ എറിഞ്ഞിട്ട് ആ മാരുതി കാറിനകത്തുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വാരി അവന്റെ പുറത്തേക്ക് വിതറിയതിനു ശേഷമാണ് അവനെ വെടിവെച്ചിരിക്കുന്നത്. ഒരു തവണയല്ല വിവേകിനെ വെടിവെച്ചത്, 35 തവണയാണ് വിവേകിനെ വെടിവെച്ചിരിക്കുന്നത്. ഒരാളെ കൊല്ലാനായി ഒരു വെടിയുണ്ടയുടെ ആവശ്യമുള്ളൂ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. അയാളുടെ ദേഹം മുഴുവൻ വെടിയുണ്ടകൾ കയറണമെന്ന് കരുതി ആരോ വെടിവെച്ചിരിക്കുകയാണ്. പോലീസ് സ്വാഭാവികമായിട്ടും ആരായിരിക്കാം ആ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് അന്വേഷിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അന്വേഷിച്ചെത്തുക അയാളുടെ ബിസിനസ് എതിരാളികളിലേക്കാണ്, അതുപോലെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ എത്തുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അയാളുടെ ഭാര്യയുടെ സഹോദരൻ അഭിഷേക് റായി അവരുടെ ശ്രദ്ധയപ്പെടുന്നത്. അഭിഷേക് റായി ആ മേഖലയിലെ ഒരു ഗാങ്സ്റ്ററാണ്. ഒരു ഗാങ്സ്റ്ററുടെ സഹോദരിയെ കമ്പനിയടിക്കുന്ന ആളെ സ്വാഭാവികമായിട്ടും ആ ഗാങ്സ്റ്റർ നോട്ടമിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണോ സംഭവിച്ചതെന്ന് അറിയാനായി പോലീസ് അഭിഷേക് റായിയുടെ വിവരം തിരക്കിയപ്പോഴാണ് പോലീസിന് രസകരമായ മറ്റൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഈ അഭിഷേക് റായി ലക്നൌവിൽ ഒരു ബേസ് ഉണ്ടാക്കാനായി മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് അവിടേക്ക് എത്തിയ വ്യക്തിയാണ്. അയാൾ അവിടെ ഒരു ബേസ് ഉണ്ടാക്കാനായി അവിടെയുള്ള ഒരു വൻ ലീഡറെ സമീപിച്ചപ്പോൾ അയാൾ അഭിഷേകിന് ഒരു കൊട്ടേഷൻ കൊടുത്തു. ഭൂൽചന്ദ് ശങ്കർ എന്ന വ്യക്തിയെ കൊല്ലാനുള്ള കൊട്ടേഷനാണ് അഭിഷേക് റായിക്ക് കിട്ടിയത്. ഭൂൽചന്ദ് ശങ്കറിനെ തിരക്കി അഭിഷേക് റായി ആ മാർക്കറ്റിലെത്തുന്നത് ഏകദേശം രാവിലെ 11 മണിയോട് അടുപ്പിച്ചാണ്. നല്ല തിരക്കുള്ള സമയം. അഭിഷേക് ഒരു ബൈക്കിന്റെ പുറകിലിരുന്ന് ആ മാർക്കറ്റിനകത്തേക്ക് കടന്നു. ആ ബൈക്ക് അവിടെ നിർത്തിയതും ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭിഷേക് റായ് അടുത്തൂടെ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഏയ് നീ ഭൂൽചന്ദ് ശങ്കർ അറിയോ? അഭിഷേക് റായിയുടെ ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ അഭിഷേക് റായിയോട് ചോദിച്ചു, ഏയ് ഞാനെന്തിനാ ശങ്കറിനെ കുറിച്ച് നിന്നോട് പറയണം? ഏയ് ചോദിച്ചതിന് മറുപടി പറയേ, അറിയുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ? ആ ചെറുപ്പക്കാരൻ അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചതും അഭിഷേക് റായിയുടെ 2 കൈയും ഒന്ന് ഉയർന്നു. അയാളുടെ 2 കൈയിലും പിസ്റ്റളുണ്ട്. ആ ചെറുപ്പക്കാരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അഭിഷേക് റായിയുടെ ആ ഗണ്ണുകൾ നിറയൊഴിച്ചു. വെടിയേറ്റ് ആ ചെറുപ്പക്കാരൻ താഴെ വീണു. താഴെ വീണത് യഥാർത്ഥത്തിൽ ഭൂൽചന്ദിന്റെ സഹോദരനാണ്. ഈ രംഗം ഏതാനും മീറ്ററുകൾ മാറി ഒരു വാഹനത്തിന് പുറത്തിരിക്കുന്ന ഭൂൽചന്ദ് ശങ്കർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മോട്ടോർ ബൈക്ക് വരുന്നതും അയാളുടെ അനുജനോട് മോട്ടോർ ബൈക്കിൽ ഇരിക്കുന്ന ആള് സംസാരിക്കുന്നതൊക്കെ അയാൾ കാണുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ അനുജനെ ആ മോട്ടോർ ബൈക്കിൽ വന്ന ആള് വെടിവെച്ച് താഴെ വീഴും. വെടിയേറ്റ് ഒരു ചെറുപ്പക്കാരൻ താഴെ വീണതും അഭിഷേക് റായ് വാഹനം ഓടിക്കുന്ന ആളോട് പറഞ്ഞു, ആ ശങ്കർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് പോവാം. അങ്ങനെ അഭിഷേക് റായ് പറഞ്ഞതും ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ ബൈക്ക് വന്ന വേഗതയിൽ മുന്നോട്ട് ഓടിക്കുകയാണ്. ഈ നിമിഷത്തിൽ ജീപ്പിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന ഭൂൽചന്ദ് ശങ്കറിന്റെ ഇടത് കൈയിലേക്ക് ഒരു തോക്ക് കടന്നു വരികയാണ്. ഇടത് കൈയിലേക്ക് തോക്കെടുത്ത ഭൂൽചന്ദിന്റെ വലത് കൈ ആ ട്രിഗറിൽ അമർന്നതും അതിവേഗം പാഞ്ഞു പോവുകയായിരുന്ന ആ ബൈക്കിന്റെ പുറകിലിരിക്കുന്ന അഭിഷേകിന്റെ തലയിലേക്ക് ആ വെടിയുണ്ട തറച്ചു കയറി. ശരിക്കും പുറകിൽ ഒരു വൻ ശബ്ദം കേട്ട് ആ ബൈക്ക് ഓടിക്കുന്ന ആള് വണ്ടി ചവിട്ടി നിർത്തുമ്പോൾ അവൻ കാണുന്നത് വെടിയേറ്റ് തല പിളർന്ന അഭിഷേക് റോയ് റോഡിലേക്ക് വീഴുന്നതാണ്. ഭയന്നുപോയ ചെറുപ്പക്കാരൻ അതിവേഗം ആ വാഹനവുമായി അവിടുന്ന് കുതിച്ചു. ഈ സംഭവത്തിന് ശേഷമാണ് അഭിഷേക് റായിയുടെ സഹോദരിയെ വിവേക് വിവാഹം കഴിക്കുന്നത്. അഭിഷേക് റായിയുടെ കൂട്ടുകാർ ഈ കൊലപാതകവുമായി കണക്ട് ചെയ്തുകൊണ്ട് വിവേകിനെ തീർത്തതായിരിക്കുമെന്നൊരു സംശയം അതുകൊണ്ടാണ് പോലീസിനുണ്ടായത്. ഈ സമയത്താണ് മറ്റൊരു വാർത്ത പോലീസിനെ തേടിയെത്തിയത്. അഭിഷേക് റായിയുടെ സഹോദരി പൂനവുമായി വിവേകിനുണ്ടായിരുന്ന ബന്ധം ഏതാണ്ട് ഉലഞ്ഞിട്ടുണ്ടായിരുന്നു. പൂനവുമായിട്ടുള്ള ബന്ധം ഉലയാനുള്ള കാരണം അഭിഷേകിന്റെ ബിസിനസ് പാർട്ണറാണ്. ആ ബിസിനസ് പാർട്ണർ ഒരു അടിപൊളി സുന്ദരിയാണ്. ആ അടിപൊളി സുന്ദരി വിവേകിന്റെ ബിസിനസ് പാർട്ണറിൽ നിന്ന് ലൈഫ് പാർട്ണറിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ പൂനത്തിന് കിട്ടിയിരുന്നു. അതിന്റെ പേരിൽ പൂനവും വിവേകും തമ്മിൽ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. ഈ അടിപൊളി സുന്ദരിക്ക് വിവേകിന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനായി പോലീസ് അവരെയും സ്റ്റേഷനിൽ വരുത്തി. അവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് വിവേകിന്റെ മരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കാര്യവും അവരിന്ന് കിട്ടിയില്ല. ശരിക്കും ജനം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കെ മാർക്കറ്റിൽ 35ഓളം വെടിയുണ്ടകൾ ഉതിർത്ത് ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ആ കൊല നടത്തിയെന്നുള്ള കാര്യം മാത്രം പോലീസിന് അറിയത്തില്ല. പക്ഷെ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ കൊല നടന്ന ദിവസം ഒരാൾ അയാളോട് ഒരു പേര് പറഞ്ഞ കാര്യം SP-യോടും ACP-യോടും സൂചിപ്പിക്കുന്നത്. ഒരു ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ച് ഒരാൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അയാളോട് പറഞ്ഞിരുന്നു എന്നാണ് അയാൾ ACP-യോടും SP-യോടും പറഞ്ഞത്. ശ്രീപ്രകാശ് ശുക്ലയോ? അതെ സാർ, അങ്ങനെ ഒരാളെ കുറിച്ച്
അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ആരാ പറഞ്ഞത്? സാർ, ഒരുപാട് പേര് കൂടി നിൽക്കുന്ന ഇടയിലാണ് ഒരാൾ എന്റെ അടുത്ത് വന്ന് ചെവിയിൽ എന്നോട് അങ്ങനെ പറഞ്ഞത്. ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിനെ അറിയിക്കണമെന്ന് താല്പര്യം തോന്നിയ ആരോ ഒരാൾ ജനമായ ജനം മുഴുവൻ പോലീസിനെ ഇൻക്വസ്റ്റ് നടപടികൾ കണ്ടുകൊണ്ട് നിൽക്കി ഒരു പോലീസുകാരന്റെ ചെവിയിൽ പറയുകയായിരുന്നു. എസ് പിക്കും കഥ ഏതാണ്ട് മനസ്സിലായി. ആരാണ് ഈ ശ്രീപ്രകാശ് ശുക്ല? പോലീസിന് സംശയിക്കാൻ ഇപ്പൊ ഇതാ ഒരു പേര് കൂടി കിട്ടിയിരിക്കുകയാണ്. അന്വേഷണത്തിന് വേണ്ടി ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെയൊക്കെ പോലീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അവർക്ക് ലഭിച്ചിട്ടുള്ള ലീഡുകളിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസ് ഇപ്പോൾ 3 രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഒന്ന്, വിവേകിന്റെ ബിസിനസ് പാർട്ട്ണർ ആ ബിസിനസ് മൊത്തം സ്വന്തമാക്കാൻ വേണ്ടി വാടക കൊലയാളികളെ ഉപയോഗിച്ച് വിവേകിനെ കൊന്നതാണോ എന്നതാണ് ഒരു അന്വേഷണം. രണ്ടാമത്തെ അന്വേഷണം, വിവേകിന്റെ ഭാര്യ പൂനത്തിന്റെ കൊല്ലപ്പെട്ടുപോയ സഹോദരൻ അഭിഷേക് റായിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളുകൾ അഭിഷേകിന്റെ കൊലപാതകത്തിൽ വിവേകിന് പങ്കുണ്ടെന്ന് കരുതി വിവേകിനെ തീർത്തതാണോ? മൂന്നാമത്തത്, അജ്ഞാതനായ ഒരു വ്യക്തി പോലീസുകാരോട് സൂചിപ്പിച്ച ആ ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ചുള്ള അന്വേഷണമാണ്. പോലീസ് അവരുടെ ടീമിനെ 3ആയി തിരിച്ചിരിക്കുകയാണ്. അതിൽ ഒരു ടീം ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായി ഗോരഖ്പൂരിലേക്ക് തിരിച്ചു. ഗോരഖ്പൂരിൽ എത്തിച്ചേർന്ന ശ്രീപ്രകാശ് ശുക്ലയെ അന്വേഷിക്കുന്ന ടീം ശ്രീപ്രകാശ് ശുക്ലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തിരക്കിയെങ്കിലും അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് അവിടുന്ന് ലഭിച്ചില്ല. ശ്രീപ്രകാശ് ശുക്ലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫോട്ടോഗ്രാഫ് ലഭിക്കുമെന്നും അവർ തിരക്കുന്നുണ്ട്. ആരുടെ കയ്യിലും അയാളുടെ ഒരു ഫോട്ടോയും ഇല്ല. ആ വിവരങ്ങളൊക്കെ ആ ടീം രാജേഷ് പാണ്ഡെയും SP ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ SP-യും ACP-യും അന്വേഷണ ടീമിലെ മറ്റംഗങ്ങളും ചേർന്ന് അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ടെങ്കിലും 5-6 ആഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് ആശാവഹമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വിവേക് ശ്രീവാസ്തവ എന്ന ആ ലോട്ടറി വ്യാപാരിയെ വെടിവെച്ചു കൊന്ന ആ 3 പേരെ കുറിച്ചുമുള്ള ഒരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 97 മാർച്ച് 31 രാവിലെ ലക്നൌവിലെ ഇന്ദിരാനഗറിലെ സ്പ്രിംഗ് ഡെയിൽ സ്കൂളിന് മുന്നിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ ആ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളുമായി വന്നിരിക്കുകയാണ്. മാർച്ച് 31 സ്കൂളിൽ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ റിസൾട്ട് നോക്കാനായിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനും അമ്മയുമായിട്ട് എത്തിയതാണ്. കുട്ടികളുടെ കലബല ശബ്ദവും വാഹനങ്ങളുടെ ഇരമ്പലും ഒക്കെ ആയിട്ട് ശരിക്കും തിരക്കേറിയ ഒരു ദിവസം. ആ സമയത്ത് ഒരു കുട്ടിയും ആ കുട്ടിക്കൊപ്പം മുതിർന്ന ഒരാളും ഒരു സ്ത്രീയും സ്കൂളിൽ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ മുതിർന്ന ആള് കൊച്ചുകുട്ടിക്കും ആ മുതിർന്ന സ്ത്രീക്കും ഒപ്പം നടന്ന് ഏകദേശം റോഡിനടുത്തെത്തിയപ്പോൾ അയാളുടെ പോക്കറ്റിൽ അയാൾ എന്തോ തപ്പുകയാണ്. അയാളുടെ പോക്കറ്റിൽ നിന്ന് എന്തോ നഷ്ടമായതുപോലെ അയാൾക്ക് തോന്നിയത് കൊണ്ട് അയാൾ അവിടെ അങ്ങ് നിന്നു. അത് ശ്രദ്ധിക്കാതെ ആ കുട്ടിയും അതിൻ്റെ അമ്മയും റോഡിന്റെ വശത്തേക്ക് വരികയാണ്. ആ ഭാഗത്ത് അവരുടെ കാറ് വരും. കാറ് എവിടെയാണോ നിൽക്കുക എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ആ കുട്ടിയും അമ്മയും നടക്കുന്നത്. പോക്കറ്റിൽ തപ്പിയ മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് വീണ സാധനം തറയിൽ കിടക്കുന്ന അയാൾ കണ്ടു. അയാള് അതിവേഗം ആ സാധനത്തടുത്തേക്ക് നീങ്ങി. ഒരു ചെറിയ കീച്ചെയിനും താക്കോലുമാണ് തറയിൽ വീണത്. അയാൾ ആ കീച്ചെയിനും താക്കോലും എടുക്കാനായി ഒന്ന് കുനിഞ്ഞതാണ്. ആ നിമിഷത്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് വെടിയുടെ ശബ്ദം, അനവധി ഗണ്ണുകൾ ഒരേ സമയത്ത് ഫയർ ചെയ്യുന്ന ശബ്ദമാണ് ആളുകൾക്ക് കേൾക്കുന്നത്. വെടിയുടെ ശബ്ദം കേട്ടതും സ്കൂൾ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും തലങ്ങും വിലങ്ങും ഓടി തുടങ്ങി. എന്താണ് സംഭവം എന്ന് ആർക്കും ഒരു പിടിയില്ല. തങ്ങൾക്ക് സമീപമുള്ള കുട്ടികളെ തൂണുകളുടെ പിന്നിലേക്ക് വലിച്ചു ഒളിപ്പിക്കുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും ആ നിമിഷത്തിൽ ചെയ്തത്. പോലീസുകാർ കാർബൈൻ എന്ന് വിളിക്കുന്ന സ്റ്റെൻ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടകൾ പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് ആളുകൾ കേൾക്കുന്നത്. ശരിക്കും ഒരു കരച്ചിലിന്റെയും അലറി വിളിയുടെയൊക്കെ ശബ്ദം ആളുകൾ കേൾക്കുമ്പോൾ കാർ വരുന്ന സ്പോട്ടിലേക്ക് നടക്കുകയായിരുന്ന ആ സ്ത്രീയും കുട്ടിയും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ആ കൂർത്തയും പൈജാമയും ധരിച്ച് അവർക്കൊപ്പം നടന്നിരുന്ന ആ മനുഷ്യൻ വെടിയേറ്റ് താഴെ വീഴുന്നതാണ്. പെട്ടെന്ന് വെടിയുടെ ശബ്ദം നിലച്ചു. ഇപ്പോ ആ സ്കൂൾ കോമ്പൗണ്ടിനകത്തും റോഡിലുമൊക്കെ ഏതാണ്ട് പൂർണ്ണ നിശബ്ദതയാണ്. സകലരും അമ്പരപ്പോടെ ആ വെടിയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് നോക്കുമ്പോൾ റോഡിലായിട്ട് നിർത്തിയ മോട്ടോർ ബൈക്കുകളിൽ നിന്ന് 3 ചെറുപ്പക്കാർ സാവധാനം ആ വെടിയേറ്റ് വീണ ആളുടെ നേരെ നടക്കുന്നത് അവർക്കൊക്കെ കാണാം. ഏറ്റവും മുന്നിൽ നടന്നു വരുന്ന പൊക്കമുള്ള മനുഷ്യന്റെ കയ്യിൽ ഒരു സ്റ്റെൻ ഗണ്ണുണ്ട്. അയാൾക്ക് ഒപ്പം നടക്കുന്ന ആ പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ ഇരു കൈകളിലും പിസ്റ്റള ഉള്ളത്. അവർ രണ്ടുപേരും നടന്ന് ആ വെടിയേറ്റ് വീണ മനുഷ്യന്റെ അടുത്തെത്തി. ഈ സമയത്ത് ഇവർക്ക് ഏതാനും അടി പുറകിലായി
മൂന്നാമൻ അങ്ങനെ നിൽക്കുകയാണ്. ചെങ്കൺധാരിയായ ആ പൊക്കമുള്ള മനുഷ്യനും രണ്ട് കൈയിലും പിസ്റ്റളുള്ള ആ ചെറുപ്പക്കാരനും ആ വെടിയേറ്റ് വീണ വ്യക്തിയുടെ അടുത്ത് വന്ന് അയാളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് തിരിച്ചങ്ങ് നടക്കുകയാണ്. ആളുകൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ കാഴ്ച കാണുന്നത്. ആ ചെറുപ്പക്കാരുടെ ദൃഷ്ടിയിൽ അവരാരെങ്കിലും പെട്ടാൽ അവരെയും ആ ചെറുപ്പക്കാർ ആക്രമിക്കുന്ന ഒരു ഭയം തൂണുകൾക്ക് മറഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് പോലുമുണ്ട്. ആ കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടി അമ്മമാരും ടീച്ചേഴ്സും ആ കുട്ടികളെ അവർ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ആ പൊക്കമുള്ള മനുഷ്യനും ആ പൊക്കം കുറഞ്ഞ ആളും നടന്ന് മൂന്നാമനടുത്തെത്തി. അവർ നടന്നെത്തിയതും ആ മൂന്നാമൻ അവർ രണ്ടുപേരോടും എന്തോ കാര്യങ്ങൾ സംസാരിച്ചു. ആ മൂന്നാമൻ എന്തോ പറഞ്ഞത് കേട്ടതും അവർ രണ്ടുപേരും വീണ്ടും നടന്ന് ആ പൈജയും കുർത്തയും അണിഞ്ഞ് വെടിയേറ്റ് കിടക്കുന്ന ആ മനുഷ്യന്റെ അടുത്തെത്തി. അവരുടെ കൂടെ ആ കുർത്തധാരിയുടെ അടുത്തെത്തിയ ആ മൂന്നാമൻ അയാളുടെ അടുത്തെത്തിയതും അയാളെ കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ട്, കാലുകൊണ്ട് ചവിട്ടി മറിക്കാനാണ് അവൻ ശ്രമിച്ചത്. അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ആ പൊക്കമുള്ള ആളും അയാളുടെ കൂടെയുള്ള ആ പൊക്കം കുറഞ്ഞ ആളും ചേർന്ന് ആ കൂർത്തധാരിയെ എടുത്ത് നേരെ കിടത്തി. ഇപ്പൊ ആ കൊല്ലപ്പെട്ട കൂർത്തധാരി നേരെ ആകാശത്ത് നോക്കി കിടക്കുകയാണ്. അയാളുടെ കണ്ണുകൾ അങ്ങനെ തുറന്നിരിക്കുകയാണ്. ആ തുറന്നിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിയ ഇരു കൈയിലും പിസ്റ്റളുള്ള ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അയാളുടെ രണ്ട് കൈയിലെയും പിസ്റ്റളുകൾ അയാളുടെ കണ്ണിലേക്ക് കൊണ്ടുവന്നു. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് അയാൾ ആ രണ്ട് പിസ്റ്റളിൽ നിന്നും നിറയൊഴിക്കുന്നതാണ് ആ കണ്ണുകളിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അവൻ ഉറക്കെ പറയുകയാണ്, ഇവൻ എപ്പോഴും ഇവനെ തുറച്ചു നോക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ ഇരു കണ്ണിലേക്ക് നിറയൊഴിക്കുന്ന അതേ സമയത്ത് ആ പൊക്കമുള്ളവൻ മൂന്നാമനോട് ചോദിക്കുകയാണ്, ഭായ് ഇവന്റെ ഹാർട്ട് ഏത് ഭാഗത്താണ്? ഇടതു ഭാഗത്താണോ വലതു ഭാഗത്താണോ ഹാർട്ട് എന്ന് അറിയാനാണ് ആ ചോദ്യം. അതിന് മൂന്നാമൻ മറുപടി പറയാൻ വാ തുറക്കുന്നതിന് മുന്നേ ആ ചെങ്കൺധാരി ആ ഡെഡ് ബോഡിയിലേക്ക് തുരുതുര നിറയൊഴിക്കുകയാണ്. ആ ഡെഡ് ബോഡിയുടെ നെഞ്ചിന്റെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും അയാൾ മാറി മാറി നിറയൊഴിച്ചു. ശരിക്കും അയാളുടെ ആ ഗണ്ണിലെ മാഗസിൻ ഒഴിയുന്നത് വരെയും അയാൾ നിറയൊഴിച്ചുകൊണ്ടേയിരുന്നു. മുഴുവൻ തിരകളും അതിൽ നിന്ന് ഒഴിഞ്ഞപ്പോഴാണ് അയാൾ ഫയറിംഗ് നിർത്തിയത്. വെടിയേറ്റ് വീണ് കിടക്കുന്ന ഒരാളുടെ പുറത്തേക്ക് തുരുതുര നിറയൊഴിക്കുന്നത് ശ്വാസം അടക്കി പിടിച്ച് അതുവഴി പോകുന്ന ആളുകളും സ്കൂളിനകത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കാണുകയാണ്. അനവധി വാഹനങ്ങൾ ഈ സമയത്ത് റോഡിലുണ്ട്. വാഹനങ്ങളിലുള്ള ആളുകളൊക്കെ ശരിക്കും ശ്വാസം അടക്കി പിടിച്ച് തന്നെയാണ് ആ കാഴ്ച കാണുന്നത്. ഒരു വല്ലാത്ത ഫയറിംഗ് ആണ് അവർ കാണുന്നത്. നെഞ്ചിലേക്ക് തുരുതുര ആ ചെങ്കൺധാരി നിറയൊഴിക്കുന്ന കണ്ടതും മൂന്നാമനും ആ ബോഡിയിലേക്ക് നിറയൊഴിച്ചു തുടങ്ങി. ആ മൂന്ന് പേരും അടുത്ത ഏതാനും സെക്കൻഡുകൾ നേരം തുരുതുര ആ ബോഡിയിലേക്ക് നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ആ മൂന്ന് പേരുടെയും കയ്യിലെ തോക്കിലെ ഉണ്ടകൾ തീരുന്നത് വരെയും അവർ ആ ബോഡിയിലേക്ക് നിറയൊഴിച്ചു. ഇനി ആ ബോഡിയിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പായതും ആ മൂന്ന് പേരും കൂളായി തിരിച്ചു നടക്കുകയാണ്. അവർ വന്ന മോട്ടോർ ബൈക്കുകളിലേക്ക് അവരങ്ങ് കയറി. ആ മോട്ടോർ ബൈക്ക് അങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഈ സംഭവം ഇതിനിടയിൽ ആരോ പോലീസിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും പോലീസ് സ്ഥലത്തെത്തി. പോലീസ് അവിടേക്ക് വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം ക്രൂരമാണ്. തല മുതൽ കാൽ വിരൽ വരെ വെടിയുണ്ടകൾ കയറി ഇറങ്ങി വികൃതമായ ഒരു രൂപമാണ് അവിടെ ആ ഫുട്പാത്തിൽ കിടക്കുന്നത്. പോലീസ് ആ ബോഡിയിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ബോഡിക്കുള്ളിൽ നിന്ന് ഒരു പേഴ്സ് ലഭിച്ചു. ആ പേഴ്സിൽ ആ മനുഷ്യന്റെ വിലാസമുണ്ട്. അത് വീരേന്ദ്ര പ്രതാപ് ഷാഹിയാണ്. 1970-കളിൽ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും രണ്ട് ഗ്യാങ്ങുകൾ ശക്തമായിരുന്നു. ബ്രാഹ്മിൺസിന്റെ ഗ്യാങ്ങും അതുപോലെ ടാക്കൂറുകളുടെ ഗ്യാങ്. അന്ന് കോളേജിൽ ബ്രാഹ്മിൺസിന്റെ ഗ്യാങ്ങിന് നേതൃത്വം കൊടുത്തിരുന്നത് ഹരിശങ്കർ തിവാരി എന്ന ചെറുപ്പക്കാരനാണ്. ടാക്കൂറിന്റെ ഗ്യാങ്ങിന് നേതൃത്വം കൊടുത്തിരുന്നത് വീരേന്ദ്ര പ്രതാപ് ഷാഹിയാണ്. കോളേജിലെ സകല മത്സരങ്ങളിലും കോളേജിലെ ഇലക്ഷനിലും എന്ന് വേണ്ട എല്ലാത്തിലും ഈ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ആ രണ്ട് ഗ്യാങ്ങിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാഫിയ ടീമുകളുമുണ്ട്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഇറങ്ങി. വീരേന്ദ്ര പ്രതാപ് ഷാഹിയും അതുപോലെ ഹരിശങ്കർ തിവാരിയും രണ്ട് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും രണ്ടു പേർക്കും വൻ വിജയമാണ് ഉണ്ടായത്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. തുടർച്ചയായി 4 തവണ വീതം ഹരിശങ്കർ തിവാരിയും അതുപോലെ വീരേന്ദ്ര പ്രതാപ് ഷാഹിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ രണ്ടുപേരും നിയമസഭാ അംഗങ്ങളായിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടുപേരും ഗ്യാങ് ലീഡേഴ്സുമായിരുന്നു. ശരിക്കും രണ്ട് മാഫിയകളെ രണ്ടുപേരും നിയന്ത്രിക്കുകയാണ്. ഗോരഖ്പൂർ മേഖലയിലെ സകല മാഫിയ പ്രവർത്തനങ്ങളുടെയും അവസാന വാക്ക്
ഒന്നുകിൽ വീരേന്ദ്ര പ്രതാപ് ഷാഹിയാണ്, അല്ലെങ്കിൽ ഹരിശങ്കർ തിവാരിയാണ്. ഈ രണ്ടാളുകളും വൻതോതിൽ പണം ഉണ്ടാക്കുന്നത് റെയിൽവേ കോൺട്രാക്ട് വഴിയാണ്. ഗോരഖ്പൂർ മേഖല എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കേന്ദ്ര സ്ഥാനമാണ്. ആ സ്ഥാനത്ത് നിന്നാണ് ബീഹാറിൽ നടക്കുന്ന മുഴുവൻ റെയിൽവേ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ബീഹാറിൽ വൻതോതിൽ റെയിൽവേ പണം മുടക്കുന്ന സമയമാണ്. ആ റെയിൽവേ കോൺട്രാക്റ്റുകൾ ഇവർക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും ലഭിക്കത്തില്ല. ഇന്നത്തെ പോലെ ഓൺലൈനായി കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്യുന്ന ഈ ടെൻഡർ പരിപാടിയൊന്നും അന്നില്ല. ടെൻഡർ വിളിക്കുന്ന സമയത്ത് തന്നെ ഇവരല്ലാത്ത ആരെങ്കിലും ടെൻഡറുമായി സമീപിച്ചാൽ ഇവരുടെ ആളുകൾ ടെൻഡറിന്റെ അപേക്ഷ ഫോം വാങ്ങാൻ വരുന്ന ആളെ നേരിട്ട് കാണും. അവരുടെ കാര്യം പറയും, നിങ്ങൾ അപേക്ഷിച്ചാലും കിട്ടില്ല എന്ന് പറയും. അത് കേൾക്കാതെ അപേക്ഷിക്കാനാണ് അവരുടെ പരിപാടിയെങ്കിൽ അവർക്ക് തല്ല് കിട്ടും. തല്ല് കിട്ടിയിട്ടും അവര് പരിപാടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് അവർ കടക്കും. അവരെ അങ്ങ് തട്ടും. അതുകൊണ്ട് തന്നെ ഹരിശങ്കർ തിവാരിയുടെ ടീം അല്ലെങ്കിൽ വീരേന്ദ്ര പ്രതാപ് ഷാഹിയുടെ ടീം, ഈ രണ്ട് ടീം മാത്രമേ ബീഹാറിലുള്ള റെയിൽവേയുടെ കോൺട്രാക്ട് ആ കാലഘട്ടത്തിൽ നേടും. ആ കാലഘട്ടത്തിലെ റെയിൽവേ കോൺട്രാക്ട് എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി ലോട്ടറിയാണ്. വൻ ലാഭമാണ് ആ ബിസിനസ് ലഭിക്കുക. ഈ ബിസിനസ് സ്വാഭാവികമായിട്ടും മറ്റനവധി രാഷ്ട്രീയ നേതാക്കളുടെ ഒരു സ്വപ്നവുമാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ പല മാഫിയ നേതാക്കളെ കണ്ടെത്തി അവർക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് കൊട്ടേഷൻ എടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹരിശങ്കർ തിവാരിയുടെയും വീരേന്ദ്ര പ്രതാപ് ഷാഹിയുടെയും ഗുണ്ടകളെ നേരിടാനോ അവരെ പരാജയപ്പെടുത്താനോ കഴിയാതെ വന്നതോടുകൂടി ഇവർ രണ്ടുപേരും കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി വാഴുന്ന സമയത്താണ് ഇവിടെ വീരേന്ദ്ര പ്രതാപ് ഷാഹി ഇതാ വെടിയേറ്റ് വീണിരിക്കുന്നത്. അതും പട്ടാപ്പകൽ. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കി. ഗോരഖ്പൂരിൽ നിന്ന് വളരെ ദൂരെ സ്റ്റേറ്റ് തലസ്ഥാനത്ത് ഇതാ ആ MLA വെടിയേറ്റ് വീണിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഷാഹിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഒരു വൻ ടീം തന്നെ രൂപീകരിക്കപ്പെട്ടു. ഇപ്പോ തുടർച്ചയായി ലക്നൌവിൽ 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് വൈകുന്നേരം 7 മണിക്ക് സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കി വെടിയേറ്റ് ഒരാൾ വീണതാണ്. ഇതാ രണ്ടാമത്തത് രാവിലെ സകല കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എന്നുവേണ്ട സകല ജനങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കി പരസ്യമായി ഒരു MLA വെടിയേറ്റ് വീണിരിക്കുന്നു. ഷാഹിയുടെ മരണത്തിൽ സ്വാഭാവികമായും തിവാരി സംശയിക്കപ്പെടും. തിവാരിയാണല്ലോ ഷാഹിയുമായി മത്സരത്തിനുള്ള വ്യക്തി. പോലീസിന്റെ അന്വേഷണം ഹരിശങ്കർ തിവാരിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആ സമയത്താണ് പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഷാഹിയെ കൊന്നത് ശ്രീപ്രകാശ് ശുക്ലയാണ്. നേരത്തെ വിവേക് ശ്രീവാസ്തവ കൊല്ലപ്പെട്ടപ്പോഴും പോലീസ് ആ പേര് കേട്ടിരുന്നു, ശ്രീപ്രകാശ് ശുക്ല. ഇതാ ഷാഹി കൊല്ലപ്പെട്ടപ്പോഴും പോലീസ് ആ പേര് കേൾക്കുകയാണ്. പോലീസിന്റെ കയ്യിൽ ശ്രീപ്രകാശ് ശുക്ലയ്ക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ ശ്രീപ്രകാശ് ശുക്ലയുടേത് എന്ന് പറയാൻ കഴിയുന്ന ഫോട്ടോഗ്രാഫുകളൊന്നുമില്ല. അയാളെ കണ്ടിട്ടുള്ള ആളുകൾ ആരുമില്ല. പക്ഷെ അയാളാണ് ആ കൊലയുടെ പിന്നിലെന്ന് പോലീസിന് വിവരം ലഭിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രീപ്രകാശ് ശുക്ലയ്ക്കും ഗോരഖ്പൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ റെയിൽവേ കോൺട്രാക്റ്റിൽ താല്പര്യമുണ്ടായിരുന്നു. ആ റെയിൽവേ കോൺട്രാക്ട് പിടിച്ചെടുക്കാനായി അയാളെപ്പോലെ താല്പര്യമുള്ള വേറെയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. ആ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൊടുത്ത കൊട്ടേഷനാണ് ശ്രീപ്രകാശ് ശുക്ലയെ കൊണ്ട് ഷാഹിയെ കൊല്ലിപ്പിച്ചതെന്ന് ഒരു വാർത്തയാണ് പോലീസിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ രാഷ്ട്രീയ നേതാവ് ഒരുപാട് നാളുകളായി ഗോരഖ്പൂരിലെ ബിസിനസ് പിടിക്കാനായി സകല അടവും പയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ അടവുകൾ ഒന്നും തന്നെ ഷാഹിയുടെ അടുത്തും തിവാരിയുടെ അടുത്തും നടക്കുന്നില്ല. അയാൾ ഒരുപാട് ആളുകളെ റെയിൽവേ കോൺട്രാക്ട് വിളിക്കുന്ന സമയത്ത് കൊട്ടേഷൻ വാങ്ങാനൊക്കെ അയക്കുമെങ്കിലും അവരെ മുഴുവൻ ഷാഹിയുടെയും തിവാരിയുടെ ആളുകൾ അടിച്ചോടിക്കുകയാണ് പതിവ്. ശക്തമായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിവാരിയുടെ ആളുകളോ അല്ലെങ്കിൽ ഷാഹിയുടെ ആളുകളോ അങ്ങ് കൊല്ലും. ജീവനിൽ ഭയമുള്ള ആളുകളാണല്ലോ സകലരും. അതുകൊണ്ട് തന്നെ കാലം മുന്നോട്ട് പോകുന്തോറും ഷാഹിയുടെയോ തിവാരിയുടെയോ കൊട്ടേഷന് എതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ ഒരാളും ശ്രമിക്കാറില്ല. ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ ഷാഹിയെ അല്ലെങ്കിൽ തിവാരിയെ തട്ടണം. പറ്റുമെങ്കിൽ രണ്ടുപേരെയും തട്ടണം. ഷാഹിയും തിവാരിയും തട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടുപേരും MLA-മാരാണ്. രണ്ടുപേർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. ഒരുപാട് നേതാക്കളുമായി കണക്ഷനുണ്ട്. ഗവൺമെന്റ് എല്ലാ മേഖലകളിലും അവർക്ക് അവരുടേതായ സ്വാധീനമുണ്ട്. അത്രയും സ്വാധീനമുള്ള തിവാരിയും ഷാഹിയും തട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിന് നല്ല ധൈര്യമുള്ള ആരെങ്കിലും വേണം. അങ്ങനെ ധൈര്യമുള്ള ഒരാളെ കുറിച്ച് ആ രാഷ്ട്രീയ നേതാവ് തിരക്കുമ്പോഴാണ് അയാളുടെ ശ്രദ്ധയിൽ ഈ ശ്രീപ്രകാശ് ശുക്ല പെടുന്നത്. ശ്രീപ്രകാശ് ശുക്ലയെ അങ്ങനെയാണ് ആ കൊട്ടേഷൻ ആ നേതാവ് ഏൽപ്പിക്കുന്നത്. പോലീസ് അറിഞ്ഞ കഥ അങ്ങനെയാണ്. ശ്രീപ്രകാശ് ശുക്ല ആ കൊട്ടേഷൻ അനുയോജ്യമായ സമയത്ത്
ഭംഗിയായി അങ്ങ് നടപ്പിലാക്കിയതാണ്. കഥ പോലീസ് കേട്ടെങ്കിലും പോലീസിന് ആ കഥയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്തില്ലേ പറ്റൂ. ഈ കൊലപാതകവുമായി ബന്ധമുള്ള ശ്രീപ്രകാശ് ശുക്ലയെ അവർക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. പോലീസിന്റെ അന്വേഷണ സംഘം അതിശക്തമായ ടീമുകളായി മാറി. ശ്രീപ്രകാശ് ശുക്ല എത്താൻ സാധ്യതയുള്ള എല്ലാ മേഖലയും പോലീസ് അരിച്ചു പറക്കി തുടങ്ങി. എങ്ങനെയൊക്കെ അരിച്ചു പറക്കിയിട്ടും ശ്രീപ്രകാശ് ശുക്ലയിലേക്ക് നയിക്കുന്ന ഒരു തെളിവും പോലീസിന് കിട്ടുന്നതേയില്ല. പോലീസിന്റെ അന്വേഷണ സംഘം സ്റ്റേറ്റ് മുഴുവൻ അരിച്ചു പറക്കുകയാണ് ശ്രീപ്രകാശ് ശുക്ലയ്ക്ക് വേണ്ടി. ശ്രീപ്രകാശ് ശുക്ലയെ കണ്ടുപിടിക്കാനായി രാജേഷ് പാണ്ഡെയും SP-യും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് 1997 ആഗസ്റ്റ് 1 ലക്നൌവിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വിധാൻസഭയിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി ഒരു ഹോട്ടലിൽ റിസപ്ഷനിലേക്ക് 3 ചെറുപ്പക്കാർ വന്നു. അവർ ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ഇൻഫർമേഷനാണ് ആ റിസപ്ഷനുള്ള ആളോട് ചോദിച്ചത്. ആ റിസപ്ഷനിസ്റ്റ് 102-ാം റൂമിൽ അവർ ഉദ്ദേശിക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞതും ആ ചെറുപ്പക്കാർ മുകളിലേക്ക് കയറി. 1ാമത്തെ നിലയിൽ 2ാമത്തെ മുറിയാണ് 102-ാമത്തെ മുറി. അവർ മുകളിലേക്ക് കയറുമ്പോൾ ആ ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന വെയിറ്റിന് പുറത്ത് അതിൽ ഒരാൾ ഇറങ്ങി ഇടിച്ചു. അപ്രതീക്ഷിതമായിരുന്നു ആ കൂട്ടിയിടിച്ച് താഴേക്ക് വീണ വെയിറ്റർ തറയിൽ നിന്ന് എണീക്കുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. അയാളുടെ പുറത്തിടിച്ച വ്യക്തിയുടെ ഇരു കൈകളിലും പിസ്റ്റൾ ഉള്ളതാണ് അയാൾ കാണുന്നത്. അതുമാത്രമല്ല, ഷോൾഡർ കൂടി ഒരു സ്റ്റൺ ഗൺ തൂക്കിയിട്ടിരിക്കുകയാണ്. അമ്പരന്ന് പോയ ആ വെയിറ്ററോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ആ 102-ാം മുറിയിൽ ബെല്ലടിക്ക്. ആ സ്റ്റൺ ഗൺ ധാരി പറഞ്ഞതനുസരിച്ച് വെയിറ്റർ 102-ാമത്തെ മുറിയുടെ ബെല്ലടിച്ചു. ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ടതും അകത്ത് നിന്ന് ഒരു ചോദ്യം, ആരാ? ഞാൻ വെയിറ്ററാണ്. അങ്ങനെ ആ വെയിറ്റർ പറഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നതും വെയിറ്റർ തള്ളി മാറ്റിയിട്ട് ആ സ്റ്റൺ ഗൺ ധാരി എവിടെ ഭാനു എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് നിറയൊഴിക്കുകയാണ്. എവിടെ ഭാനു എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്റ്റൺ ഗൺ ധാരി നിറയൊഴിച്ച അതേ സമയത്ത് അയാൾക്കൊപ്പമുള്ള ആ 2 ചെറുപ്പക്കാരും അകത്തേക്ക് നിറയൊഴിച്ചു. ശരിക്കും വെടിയുണ്ടകളുടെ ഒരു വർഷം തന്നെ ആ മുറിക്കകത്തേക്ക് ഉണ്ടായി. ഏതാനും നിമിഷ നേരത്തേക്ക് വെടിയുടെ ശബ്ദവും തീയും പുകയും അല്ലാതെ വേറെ ഒന്നും അവിടെ കാണാനില്ല. അകത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും അവർ 3 പേരും അകത്തേക്ക് കടന്നു. ആ കട്ടിലും ആ മുറിയൊക്കെ വെടിയുണ്ടകൾ കൊണ്ട് ചിതറിയിരിക്കുകയാണ്. പെട്ടെന്നാണ് അതിലൊരാള് കട്ടിലിൻ്റെ അടിയിൽ ഒരാളെ കണ്ടത്. ആ ആളുടെ പുറത്ത് കട്ടിലിൽ കൂടി വെടിയുണ്ട തറച്ചിട്ടുണ്ട്. തൻ്റെ പുറത്ത് കട്ടിലിൽ കൂടി തറച്ചു കയറിയ ആ വെടിയുണ്ട വഴി മുറിഞ്ഞ ഭാഗം അയാൾ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അയാൾ വായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരിൽ ഒരാൾ അയാളെ കാണുന്നത്. ആ കട്ടിലിനടിയിൽ കിടക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ താഴേക്ക് കുനിഞ്ഞ ആ ചെറുപ്പക്കാരന്റെ 2 കൈയിലെയും പിസ്റ്റളുകളിൽ നിന്ന് തുരുതുര വെടിയുണ്ടകൾ ആ കട്ടിലിന് അടിയിലേക്ക് പാഞ്ഞു. ഏതാനും നിമിഷം കഴിഞ്ഞതും അയാളെ വലിച്ച് അവർ പുറത്തേക്കിട്ടു. വെടിയുണ്ടകൾ കൊണ്ട് ചെതറിയ ആ ബോഡിയിലേക്ക് മറ്റു 2 പേരും കൂടി നിറയൊഴിച്ചു തുടങ്ങി. ഏകദേശം ഒരു 1 മിനിറ്റോളം വെടിയുണ്ടകളുടെ ഒരു വർഷം തന്നെ ഉണ്ടായി. അതിനുശേഷം ആ 3-അംഗ ടീം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിൽ വന്ന് ആ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു, പോലീസിനെ അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. ആ 3-അംഗ ടീമിന്റെ നേതാവ് എന്ന് തോന്നുന്ന ആള് ഒന്ന് ചിരിച്ചിട്ട് അവനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ പറഞ്ഞ് അയാളങ്ങ് നടന്നു പോവുകയാണ്. അവർ വന്ന വാഹനത്തിലേക്ക് അവർ കയറുന്നു. വാഹനം ഓടിച്ചു പോവുകയാണ്. ഈ വെടിയുടെ ശബ്ദം ഏകദേശം 500 മീറ്റർ അപ്പുറത്തുള്ള വിധാൻസഭ വരെ കേട്ടിരിക്കുകയാണ്. നിയമസഭ നടക്കുന്ന സമയമാണ്. പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ ഉള്ള ആ നിരത്തിന് കുറുകെയുള്ള ബിൽഡിങ്ങിലാണ് വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് വൻ പോലീസ് സന്നാഹം അവിടെ എത്തി. പോലീസ് ആ മുറിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവിടെ അവർ കാണുന്ന കാഴ്ച വെടിയേറ്റ് ചിതറിക്കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. ആ സമയത്താണ് പോലീസിന്റെ ശ്രദ്ധ ആ മുറിയിലെ ബാത്റൂമിലേക്ക് പതിയുന്നത്. പോലീസ് ബാത്റൂമിനടുത്തേക്ക് വന്നു. ബാത്റൂം അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ പോലീസ് ബാത്റൂമിന് അകത്തുള്ള ആളുകളോട് പറഞ്ഞു, ഏയ് ഭയപ്പെടേണ്ട, പോലീസാണെന്ന് കേട്ടതും അകത്ത് കുറ്റിയെടുക്കുന്ന ശബ്ദം കേട്ടു. ബാത്റൂമിനകത്തുനിന്ന് 3 ചെറുപ്പക്കാർ പുറത്തേക്ക് വന്നു. ശരിക്കും അവന്മാർ നിന്ന് വിറയ്ക്കുന്നുണ്ട്. സത്യത്തിൽ വാതിൽ തുറന്ന മനുഷ്യനാണ് ആ കട്ടിലിനടിയിലേക്ക് ഒളിച്ചത്. വെടിയുടെ ശബ്ദം കേട്ടതും ആ മുറിയിലുണ്ടായിരുന്ന ആ 3 പേരും ബാത്റൂമിൽ കയറി കുറ്റിയിടുകയായിരുന്നു. നിർഭാഗ്യവശാൽ വെടിയേറ്റ് ചിതറിയ മനുഷ്യന് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല. അയാൾ ആ കട്ടിലിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അയാളുടെ പുറത്ത് വെടിയേറ്റിരുന്നു.
അതുകൊണ്ടാണ് അയാൾ കട്ടിനടിയിലേക്ക് കുനിഞ്ഞത്. ഭാനു എന്ന ആളെ തിരക്കിയാണ് അതിനകത്ത് ആ 3 കൊലയാളികളും വന്നത്. അവർ കൊന്നത് ഭാനുവിനെ ആണെന്നുള്ള ധാരണയിൽ അവർ മടങ്ങിപ്പോയതാണ്. യഥാർത്ഥത്തിൽ ആ ബാത്റൂമിനകത്ത് കയറി ഒളിച്ച വ്യക്തിയിൽ ഒരാളാണ് ഭാനു. ഭാനു എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കൊലയാളികൾ നിറയൊഴിച്ചതെന്ന് ഭാനുവിനൊപ്പമുള്ള ആളുകളും അതുപോലെ വെയിറ്ററും പോലീസിനോട് പറഞ്ഞു. പോലീസ് അതിവേഗം അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണവും അവസാനം എത്തുന്നത് ഒരു പേരിലാണ്, ശ്രീപ്രകാശ് ശുക്ല. ജനുവരിയിലും മാർച്ചിലും ഓഗസ്റ്റിലുമായി ലക്നൌവിനെ നടുക്കിയ 3 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. 3 കൊലപാതകങ്ങളും നടത്തിയത് ശ്രീപ്രകാശ് ശുക്ല എന്ന വ്യക്തിയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ പോലീസിന്റെ കൈവശമുണ്ട്. പക്ഷേ പോലീസിന്റെ കൈവശം ഇല്ലാത്തത് ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ശ്രീപ്രകാശ് ശുക്ലയെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് എത്ര പൊക്കമുണ്ട്? ശ്രീപ്രകാശ് ശുക്ലയുടെ ഒരു ഫോട്ടോ പോലും പോലീസിന്റെ ഫയലിലില്ല. ശ്രീപ്രകാശ് ശുക്ലയുടെ ഫോട്ടോ എങ്ങനെ സംഘടിപ്പിക്കും? ശ്രീപ്രകാശ് ശുക്ലയെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് പോലീസിന് അറിയില്ലാത്തത്. ശരിക്കും UP പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ നിന്ന് ഒരു വേട്ട ആരംഭിക്കുകയാണ്. UP കണ്ട ഏറ്റവും വലിയ ഒരു വേട്ട. ആ വേട്ടയുടെ കഥയാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ശ്രീപ്രകാശ് ശുക്ല എന്ന അധോലോക രാജാവിന്റെ എൻട്രിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.